നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മധു ബാലൻ. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. സാധാരണഗതിയിൽ വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയം. അത് അനുഭവിച്ചവർക്കേ അത് ശരിക്കും മനസ്സിലാവത്തുള്ളൂ അല്ലേ. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന കൂട്ടുകാർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ ചില സൊല്യൂഷൻസ് നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനും പുതിയ മാർഗങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന വളരെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോടൊന്ന് പങ്കിടുന്നത്. ഓക്കെ, അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയും. BNI എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും BNIയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്യണം. അപ്പോൾ BNI എന്ന് പറഞ്ഞാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ എന്നാണ്. അതിൻ്റെ BNI മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ഒരു ആശയമാണ് ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് ധാരാളമായി നമ്മൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ BNIയിൽ നമ്മൾ കൊടുക്കുന്നത് ബിസിനസ്സുകളാണ്. മറ്റുള്ളവർക്ക് നമ്മൾ ബിസിനസ്സുകൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ധാരാളം ബിസിനസ്സുകൾ കിട്ടിക്കൊണ്ട്, ഞാൻ BNIയുടെ ഒരു മെമ്പറാണ്. ഞാൻ ധാരാളം ബിസിനസ്സുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, എനിക്കും ധാരാളം ബിസിനസ്സുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷമാണ്. ഇതൊരു പ്രാപഞ്ചിക നിയമമാണ്. കൊടുക്കുന്നവർക്ക് കിട്ടും എന്നുള്ളത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടി നമുക്കെപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇരട്ടി ലഭിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കരുത്. കൊടുക്കുക എന്നുള്ളത് ഒരു ശീലമാക്കുമ്പോൾ, അൺകണ്ടീഷണലായിട്ട് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ലൈഫിലും അബൻഡൻസ് വരും. ഇപ്പം നിങ്ങളുടെ പ്രശ്നം സമ്പത്താണെങ്കിൽ സമ്പത്ത് ധാരാളം കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കാശില്ലല്ലോ, ഞാൻ എങ്ങനെ കൊടുക്കുമല്ലേ? പക്ഷേ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വരുമാനത്തിൽ ഒരു 10% തീർച്ചയായിട്ടും ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. ചാരിറ്റിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം, വലിയ വലിയ ബിസിനസ്സുകാരും അതിസമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ ധാരാളം ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ ചാരിറ്റി പ്രവൃത്തികൾ അവർക്ക് നന്മ അവർക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ചാരിറ്റിക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളത്. നമ്മുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ ധാരാളമായിട്ട് നമുക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ ധാരാളം പണം നമ്മൾ കൊടുക്കാൻ ശീലിക്കുക എന്നുള്ളതാണ്. വരുമാനത്തിൻ്റെ ഒരു 10% ദാനധർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. ദാനധർമ്മങ്ങൾ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ കൊടുക്കാം? ഇപ്പോൾ ഞാനൊരു 30 രൂപ ടെക്നിക്ക് നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും 30 രൂപ വെച്ചിട്ട് 21 ദിവസം മുടങ്ങാതെ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി. അതുപോലെ നിങ്ങൾക്കുള്ള നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം മാസശമ്പളമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അത് ഓരോ ദിവസവും കൊടുക്കുന്ന രീതിയിലോട്ട് മാറ്റാം. അർഹരായ ആൾക്കാർക്ക് പണം കൊണ്ട് തന്നെ സഹായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്സ്. അപ്പോൾ നമുക്ക് പണമാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് നമ്മൾ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ സഹായിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ അവസരങ്ങൾ, അപ്പോൾ പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അവസരങ്ങളുണ്ടാവും. അതായത് പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ലോണിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ അനുഭവത്തിൽ അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി പണം സ്വരുക്കൂട്ടാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവരെയൊക്കെ സഹായിക്കാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവരെ സഹായിക്കാൻ പറ്റും. എങ്ങനെയാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അവരെ സഹായിക്കുന്ന ചില സംഘടനകളിലേക്കൊക്കെ അവരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലോണൊക്കെ കൊടുക്കുന്ന ചില ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പറ്റും. ചില വഴികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർക്ക് ഉപദേശമായിട്ട് കൊടുക്കാൻ പറ്റും. അതിലൂടെ അവർ രക്ഷപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരെ സഹായിക്കാനുള്ള പണം കൊണ്ടും അതുപോലെ തന്നെ ആശയങ്ങൾ കൊണ്ടും നിസ്വാർത്ഥമായിട്ട് നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസിയെ അബൻഡൻസിലോട്ട് കൊണ്ടുപോകും. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ
ആ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പം വീട് വിട്ടൊന്നും പുറത്ത് പോകാൻ തോന്നില്ല, നമ്മൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ അനുഭവിച്ച് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചുകൂട്ടി ഇരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് റിഫ്രഷ് ആവുക. നിങ്ങളൊന്ന് ഏറ്റവും മികച്ച ഡ്രസ്സൊക്കെ ധരിച്ച് നന്നായി ഡ്രസ്സ് ചെയ്ത് നിങ്ങളൊന്ന് പുറത്തോട്ട് പോവുക. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഹോട്ടലിലൊക്കെ പോയി നല്ല ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നല്ലൊരു സലൂണിലൊക്കെ പോയി റിഫ്രഷ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ, നല്ലൊരു ഫ്രീക്വൻസിയിലോട്ട് കൊണ്ടുവരാൻ മനഃപൂർവ്വം ശ്രമിക്കുക. എൻ്റെ കയ്യിലും ആവശ്യത്തിന് പണമുണ്ട് എന്ന ബോധ്യം, അതാണല്ലോ നമുക്ക് അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യേണ്ട കീ. ഞാൻ ഈ പറയുന്ന സമൃദ്ധിക്കൊക്കെ അർഹനാണ്, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നുള്ളൊരു ബോധ്യം. അപ്പോൾ നിങ്ങളെ സ്വയം ഒന്ന് പരിപോഷിപ്പിക്കാനാണ് ഇതുപോലെ നല്ല ഹോട്ടലുകളിലും, അതുപോലെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അങ്ങോട്ടൊക്കെ ഒരു മൂവി കാണലായിരിക്കും, ചിലപ്പോൾ നല്ലൊരു പോഷായിട്ടുള്ള തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കാണലായിരിക്കും നിങ്ങൾ റിഫ്രഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പറയുന്ന പോലെ നല്ലൊരു 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു മീൽ കഴിക്കുന്നതായിരിക്കും നിങ്ങൾ റിഫ്രഷ് ചെയ്യുന്നത്. ഒരാൾക്ക് ഓരോ താല്പര്യമായിരിക്കും. അതെന്താണോ അപ്പോൾ അതിലോട്ട് നിങ്ങൾ പോവുക. നിങ്ങളുടെ മൂഡ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുകയും പെട്ടെന്ന് തന്നെ പുതിയ അവസരങ്ങളും മാർഗ്ഗങ്ങളിലൊക്കെ വരുന്നതിനുള്ള ഒരു ഫ്രീക്വൻസിയിലോട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കി നോക്കുക. കാരണം നമ്മൾ എന്താണോ ഈ നിമിഷം ഹോൾഡ് ചെയ്യുന്നത് അതാണ് അടുത്ത നിമിഷം അട്രാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാൻ ബുദ്ധിമുട്ടിലാണ്, പ്രശ്നത്തിലാണ് എന്ന ഒരു ബോധമാണ് നിങ്ങളിലുള്ളതെങ്കിൽ ഈ ഇല്ലായ്മയെ നിങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോകൾ ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിശ്ചലമായിരിക്കുകയാണോ, സാമ്പത്തികമായി സ്റ്റക്കായിരിക്കുകയാണെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന പോലെ ചെറിയ പ്രവൃത്തികളിലൂടെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പരീക്ഷ നോക്കൂ, ഉടൻ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.